വാർത്തകൾ തുടരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയുമായി ബിജെപി. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയും മത്സരിക്കും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുമ്പേ തന്നെ അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുകയാണ് ബി.ജെ.പി. ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. പ്രധാനമായും അവരുടെ 30 സ്ഥാനാർത്ഥികളെയാണ് അവർ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കും. വട്ടിയൂർക്കാവിൽ 2 പേരുടെ പേരുകളാണുള്ളത്. മുൻ IPS ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖയുടെയും ഒപ്പം സിനിമാ താരം ജി കൃഷ്ണകുമാറിൻ്റെയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ പറയുന്നത് കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കും. അനൂപ് ആന്റണിയുടെ പേരാണ് മറ്റൊരു പേര്. അത് തിരുവല്ലയിലാണ് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കുന്നത്. പാലായിൽ ഷോൺ ജോർജിൻ്റെ പേരും പരിഗണനയിലുണ്ട്. ഇതുകൂടാതെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആറന്മുള നിയമസഭാ മണ്ഡലത്തിലാണ്. ഇങ്ങനെ തുടങ്ങി ബി.ജെ.പിയുടെ പ്രമുഖരായ എല്ലാ നേതാക്കളും മത്സരിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ 30 പേരുടെ പേരുകളാണ് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബി.ജെ.പിയുടെ മുഴുവൻ നേതാക്കന്മാരും, അതായത് സംസ്ഥാനത്തെ പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും മത്സരരംഗത്തുണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ പേര് 3 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. പ്രധാനമായും പാലക്കാടും ഒപ്പം തന്നെ കായംകുളത്തും ശോഭാ സുരേന്ദ്രൻ്റെ പേര് പരിഗണിക്കുന്നുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ പി കെ കൃഷ്ണദാസിൻ്റെ പേര് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അത് ഏത് മണ്ഡലം എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടില്ല. അങ്ങനെ 30 ഇടങ്ങളിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ആഴ്ചയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ബി.ജെ.പിയുടെ നേതാക്കന്മാർ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി യോഗം ചേർന്നിരുന്നു. തിരുവനന്തപുരത്തെ യോഗം ചേർന്നതിന് ശേഷമാണ് ഏകദേശം ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിലാണ് ഈ 30 പേരുടെ പേര് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് തന്നെയാണ്. അദ്ദേഹം നേരത്തെ തന്നെ നേമത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മഞ്ചേശ്വരത്തേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് നേരത്തെ തന്നെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കെ സുരേന്ദ്രൻ്റെ പേര് മഞ്ചേശ്വരത്ത് പരിഗണിക്കുന്നത്. ജി കൃഷ്ണകുമാർ വട്ടിയൂർക്കാവിൽ മത്സരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ആർ ശ്രീലേഖയായിരിക്കും. ഈ 2 പേരുകളും വട്ടിയൂർക്കാവിൽ പരിഗണിക്കുന്നുണ്ട്. അതേസമയം തിരുവനന്തപുരം മേയറായ വി രാജേഷിനെ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനമാണ് ബി.ജെ.പി. എടുത്തിരിക്കുന്നത്. കാരണം വളരെ നാളിലെ കാത്തിരിപ്പിന് ശേഷമാണ് തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ലക്ഷ്യമിടുന്നത്. അതേസമയം ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കന്മാരെ മുഴുവൻ ഇത്തവണ മത്സരിപ്പിക്കും. ഇത് കൂടാതെ മറ്റ് എൻ.ഡി.എയിൽ മറ്റ് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. ഈ 90 സീറ്റുകളിലാണ് നേരത്തെ ബി.ജെ.പി. മത്സരിച്ചിരുന്നതെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എൻ.ഡി.യിലെ മറ്റൊരു ഘടകകക്ഷിയായ BDJS-ന് പ്രധാനപ്പെട്ട സീറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇതുവരെയായും അതിൽ ഒരു അവസാന ഘട്ടത്തിലേക്ക് ചർച്ച എത്തിച്ചേർന്നിട്ടില്ല. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് BDJS മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അതേസമയം ബി.ജെ.പി. മത്സരിക്കുന്ന ഈ 30 മണ്ഡലങ്ങൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശരി, എന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി. പുറത്തിറക്കിയിരിക്കുകയാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയും മത്സരിക്കും. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.